നമസ്കാരം. നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ട തുക വിതരണവുമായി ബന്ധപ്പെട്ട് അപേക്ഷ വെച്ചവരെല്ലാം ശ്രദ്ധിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഷെയർ ചെയ്യുകയാണ്. നിലവിൽ 10,18,000 വരുന്ന ആളുകൾക്ക് 1000 രൂപ വീതം ആദ്യ ഗഡു വിതരണ ഉദ്ഘാടന ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് ലഭ്യമായി. എന്നാൽ അപ്രൂവലായ ചിലർക്ക് ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ പലരും അപേക്ഷ വെച്ചവരുടെ അപ്രൂവൽ ആകാനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അപേക്ഷ വെക്കാൻ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടി ബാധകമാകുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തേത് ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഇനി രണ്ടാം ഘട്ട വിതരണമൊക്കെ നടക്കുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. നിലവിൽ ഫെബ്രുവരി മാസം ഇതിൻ്റെ ആദ്യഘട്ട വിതരണം നടത്തി. 10,18,000 വരുന്ന ആളുകൾക്ക് ലഭിച്ചു. 16 ലക്ഷത്തോളം അപേക്ഷകരുണ്ടായിരുന്നു. അതിൽ ബാക്കി ശേഷിക്കുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാകാത്തത് മൂലമോ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ അതായത് മുൻഗണന നൽകി വേരിഫിക്കേഷൻ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കാം ഒരുപക്ഷെ ധനസഹായം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 16 ലക്ഷം അപേക്ഷകരിൽ 10 ലക്ഷം പേർക്ക് ആനുകൂല്യം ലഭിച്ചത്. ബാക്കി ശേഷിക്കുന്നവർക്കൊക്കെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലായിരിക്കും തുക വിതരണം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അപേക്ഷ വെച്ചവർ അല്ലെങ്കിൽ അപേക്ഷ വെച്ച അപ്രൂവലൊക്കെ ആയിട്ടുള്ളവർ, ഇനി അപേക്ഷ വെച്ചിട്ട് ഇതുവരെ അപ്രൂവൽ ആകാത്തവർക്കുമെല്ലാം അത് വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി മാർച്ച് മാസത്തെ ഗഡുവിനോടൊപ്പമായിരിക്കും ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരിയിൽ 1000 ലഭിച്ചവർക്ക് അടുത്ത ഗഡു അതായത് 2000 രൂപയാകും. ബാക്കി ശേഷിക്കുന്ന ആളുകൾക്ക് അതായത് ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്തവർക്ക് ആദ്യ ഗഡുവായിട്ടുള്ള 1000 രൂപയായിരിക്കും അക്കൗണ്ടിലേക്ക് കയറുക. ആദ്യം അപേക്ഷകൾ വയ്ക്കുക. അതോടൊപ്പം തന്നെ എല്ലാ രേഖകളും കൃത്യമായിട്ട് സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്ന രേഖകളിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തുല്യത പാലിക്കുന്നതിന് വേണ്ടി, അതായത് പേരിൽ പൊരുത്തക്കേടുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന വിവിധ ഡോക്യുമെൻറ്റുകൾ അതെല്ലാം കൃത്യമായിരിക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അപേക്ഷയിൽ ഒരുപാട് റിജക്ഷൻ വന്നതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ്. അതായത് രേഖകളിലെ പൊരുത്തക്കേടുകൾ, നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖയിലെ അതായത് അപ്ലോഡ് ചെയ്തപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത്, ഇങ്ങനെ പല കാരണങ്ങളാൽ അപേക്ഷ റിജക്റ്റ് ആയിട്ടുണ്ട്. റിട്ടേൺ ടു സിറ്റിസൺ അതായത് ഗുണഭോക്താവിന് തന്നെ തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യം അതറിയണമെങ്കിൽ പോലും സ്റ്റാറ്റസ് പരിശോധിക്കണം. സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനം കെ-സ്മാർട്ടിലുണ്ട്. നമ്മൾ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ ആയിരിക്കാം അപേക്ഷ വെച്ചത്. അങ്ങനെയുള്ളവരെ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്ററിലാണ് ചെല്ലേണ്ടത്. അവിടെ സ്റ്റാറ്റസ് പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഫോൺ വഴി അപേക്ഷ വെച്ചവർക്ക് കെ-സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് ഫോൺ വഴി തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാം. അങ്ങനെ അപ്രൂവലായവർക്ക്, ഇതുവരെ തുക കയറാത്തവർക്ക് മാർച്ച് മാസത്തെ ഗഡുവിനോടൊപ്പം തന്നെ ഈ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. ഇനി നിലവിൽ ഇപ്പോൾ ആദ്യ ഗഡു ലഭിച്ചവർക്ക് രണ്ടാം ഗഡുവായിട്ടുള്ള 1000 ആ സമയത്ത് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം തന്നെ അപ്രൂവൽ ആകാത്തവർക്ക് അതിൻ്റെ വേരിഫിക്കേഷൻ എല്ലാം തന്നെ ഈ മാസങ്ങളിൽ നടക്കുകയാണ്. ഈ ആഴ്ചയോടെ തന്നെ വേരിഫിക്കേഷൻ ആകാനുള്ളവർക്ക് അത് പൂർത്തിയാവുകയും അപ്രൂവൽ ആവുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി തെറ്റുകൾ തിരുത്തുന്ന കാര്യവും ഗുണഭോക്താക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാറ്റസ് പരിശോധിച്ചെങ്കിലേ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുമുള്ളൂ. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഇനിയും അവസരമുണ്ട്. അപേക്ഷകൾ അവസാനിച്ചിട്ടില്ല. ഇനി അർഹതയുള്ളവർ അപേക്ഷകൾ സമർപ്പിക്കുക. BPL AAY റേഷൻ കാർഡ് ആയിരിക്കണം. 35-നും 60 വയസ്സിനും ഇടയിൽ പ്രായമുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളോ സർക്കാർ സ്ഥിര താൽക്കാലിക കരാർ ജോലിയോ ഉണ്ടാവാൻ പാടില്ല. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.